ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2024 ചോദിച്ചതാണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് വാല്യൂ ഓഫ് എക്സ്പ്രഷൻ 1.55 the whole square, then 0.5 the whole square, then 1.5 plus 0.55. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോട്ട് വരേണ്ടത്, ഞാൻ സപ്പോസ് 1.55 A എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് A² ആണ്, ഇതിനെ B എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് B² ആണ്, പ്ലസ് AB. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഇക്വേഷൻ ഓർമ്മ വരുവാണെങ്കിൽ അതിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? A³ മൈനസ് B³ A³ മൈനസ് B³ എന്ന് പറയുന്നത് A മൈനസ് B ഇൻറ്റു A² പ്ലസ് B² പ്ലസ് AB എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിലോട്ടാണ് ആദ്യം മൈൻഡ് പോകേണ്ടത്. ദെൻ ഓപ്ഷനകത്തും ഈ 1.55ഉം 0.55ഉം കണക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. ആക്ച്വലി ഇച്ചിരി കൺഫ്യൂസിങ് ആയിരുന്നു, പക്ഷെ നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വലിയ പാടില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ AB ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. A³ മൈനസ് B³ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് 1.55 ദ ഹോൾ ക്യൂബ് മൈനസ് 0.55 ദ ഹോൾ ക്യൂബ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ A മൈനസ് ബി എടുക്കുമ്പോൾ 1.55 മൈനസ് 0.55 ഓക്കെ ഇൻറ്റു ഈ ഒരു ഐറ്റം. സപ്പോസ് ഇതിന് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിത് എക്സ് എന്ന് ഇവിടെ എഴുതി. ഈ 1.55 മൈനസ് 0.55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. 1 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? 1.55 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.55 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1.55 ഇൻറ്റു 0.55 അല്ലേ? അതായത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1.55 ദ ഹോൾ ക്യൂബ് മൈനസ് 0.55 ദ ഹോൾ ക്യൂബിന് ഈക്വൽ ആയിരിക്കും.